നമസ്കാരം. അമേരിക്ക ഇറാനെ ആക്രമിച്ച വാർത്തയാണ് നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്നത്. ട്രംപാണ് ഞങ്ങൾ ഇറാനെ ആക്രമിച്ചതായിട്ട് പറഞ്ഞത്. ട്രംപ് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കൊരല്പം വിശ്വാസക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മറ്റ് ന്യൂസുകളൊക്കെ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ സംഭവം ശരിയാണ്, ആക്രമിച്ചിട്ടുണ്ട്. ഇറാൻ അത് സ്ഥിരീകരിക്കുക മാത്രമല്ല, അതിശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്ക് കിട്ടുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇസ്രായേലി ഭക്തന്മാർക്കൊക്കെ ഒന്ന് താൽക്കാലികമായിട്ടെങ്കിലും പുളകം കൊള്ളാൻ ഈ സംഭവം ഉപകരിക്കുന്നതുകൊണ്ട് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലും അമേരിക്കയും പറയുന്നത് പോലെ ഇറാൻ്റെ ന്യൂക്ലിയർ പരിപാടിയെ തകർക്കാനൊന്നുമല്ല അവർ ഈ ആക്രമണം നടത്തിയത്. ഈ ന്യൂക്ലിയർ ബോംബ് പരിപാടി നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറാനെ ആക്രമിച്ചതെന്ന ഇസ്രായേലിൻ്റെ അവകാശവാദം പച്ചക്കള്ളമാണ്. ഞാനതേക്കുറിച്ച് നിങ്ങളോട് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം 2011, 12, 13 ഇതേ കാര്യം ഇവർ പറഞ്ഞിരുന്നു. എന്താണ്? ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ വക്കത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കും, 2 ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കും, അതുകൊണ്ട് ആക്രമിക്കണം. 12 കൊല്ലം മുമ്പ് പറഞ്ഞ അതേ കാര്യം ഇപ്പോഴും പറഞ്ഞ് അവർ ഇറാനെ ആക്രമിക്കാൻ പോയെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് മനസ്സിലാക്കാം അവരുടെ ഇൻറ്റൻഷൻ ന്യൂക്ലിയർ സൈറ്റുകളോ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതോ അല്ല. കാരണം എൻ്റെ ധാരണ ശരിയാണെന്നുണ്ടെങ്കിൽ 2011, 12 ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ വക്കിലെത്തി എന്നിവർക്ക് തോന്നിയെങ്കിൽ ഇറാൻ്റെ വക്കൽ ന്യൂക്ലിയർ ബോംബുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആയത്തുള്ള ഖമൈനി പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രഹരമായിരിക്കും ഞങ്ങൾ നൽകുക. കാരണം ഏതറ്റം വരെയും പോയി ആക്രമിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കഴിവിനെക്കുറിച്ച് ധാരണയില്ലാതെ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് ചെയ്യുന്ന ഓരോന്നിനും തിരിച്ചടി കിട്ടുമ്പോൾ അത് നിങ്ങളുടെ സർവനാശത്തിലായിരിക്കും പര്യവസാനിക്കുക എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ പരിപാടി തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് മറ്റ് 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, ന്യൂക്ലിയർ പ്രോഗ്രാമാണ് ഇസ്രായേലിൻ്റെ പ്രശ്നമെങ്കിൽ അതേ വിഷയം അമേരിക്കയുമായിട്ട് ഇറാൻ ചർച്ച ചെയ്ത് വരികയായിരുന്നു. 5 റൗണ്ട് ചർച്ച കഴിഞ്ഞ് 6ാമത്തെ ചർച്ചയ്ക്ക് മുമ്പായിട്ടാണ് ഒരു കാര്യവുമില്ലാതെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. അപ്പോൾ ഇറാൻ ഒരു പക്ഷേ അമേരിക്കയുമായിട്ട് ചർച്ചയൊക്കെ നടത്തി ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കില്ല, ഞങ്ങൾ യുറേനിയം ഇതിൽ കൂടുതൽ സമ്പുഷ്ടീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയുമായിട്ടൊരു ഡീലിൽ എത്തിയാൽ ഡൊണാൾഡ് ട്രംപ് അവരുടെ മേലുള്ള ഉപരോധമെങ്ങാനും നീക്കിയാൽ അതാർക്കാണ് തിരിച്ചടിയാവുക? അത് ഏറ്റവും വലിയ തിരിച്ചടിയാവുക ഇസ്രായേൽ എന്ന് പറയുന്ന വേട്ടപ്പെട്ടിയെ മുമ്പിൽ നിർത്തി ഇറാനെ ആക്രമിപ്പിച്ച എണ്ണ മാഫിയകൾക്കായിരിക്കും. കാരണം ഇറാൻ ഓപ്പൺ മാർക്കറ്റിൽ അവരുടെ എണ്ണ വിൽക്കും. ഈ ലോകത്ത് എണ്ണവില കുത്തനെ കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ മോണോപോളി കൈവശം വെച്ചിരിക്കുന്നവർക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എത്ര ഭീമമായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ശരി, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ചർച്ച ഇനി മുമ്പോട്ട് പോകരുത്, അതിവിടെ നിൽക്കണം. അതിനുവേണ്ടിയായിരുന്നു അവർ ഇറാനെ ആക്രമിച്ചത്. അതവർക്ക് കുറേയൊക്കെ സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ട് സാധിക്കാൻ പറ്റിയെന്ന് പറയില്ല. കാരണം ഇനിയും ട്രംപും ഇറാനും തമ്മിൽ ചർച്ച നടക്കും. അതുകൂടാതെ ഇറാനും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഇതേ വിഷയത്തിൽ ചർച്ച നടന്നിരുന്നു. പക്ഷേ അവരുടെ പ്രപ്പോസലൊന്നും ഇറാൻ അംഗീകരിച്ചിട്ടില്ല. അത് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല. ട്രംപ് പറഞ്ഞു, യൂറോപ്പ് ആരാണ് ഇറാനോട് സംസാരിക്കാൻ, ഞങ്ങളാണ് സംസാരിക്കുന്നത്, ഞങ്ങൾക്കറിയാൻ സംസാരിക്കാൻ. അപ്പോൾ എന്ത് തന്നെയാലും ശരി, ഇറാൻ്റെ മേലുള്ള ഉപരോധം നീങ്ങാൻ പാടില്ല എന്നുള്ള ഇസ്രായേലിൻ്റെ മോഹം അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെത്ര ആയുസുണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് കാണും. ഇനി അവർക്കുണ്ടായിരുന്നത് മറ്റ് 2 ലക്ഷ്യങ്ങളാണ്. ഈ ഒന്നാമത്തെ ലക്ഷ്യം കൂടാതെ 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ 2 ലക്ഷ്യങ്ങളും അല്പം പോലും നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല, ഒരു കാലത്തും സാധിക്കാൻ പറ്റില്ല. അതിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാൻ്റെ എണ്ണപ്പാടങ്ങളെയും പ്രകൃതിവാതക നിക്ഷേപങ്ങളെയും നശിപ്പിക്കുക എന്നതായിരുന്നു. ഒരിക്കലും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അതെല്ലാം ആസ് ഇറ്റ് ഈസ് സുരക്ഷിതമായിട്ട് അവിടെ തന്നെയുണ്ട്. ആ മേഖലയിൽ ചെന്ന് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ ഇസ്രായേലിന് പറ്റുകയുമില്ല. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് രണ്ടുമായിരുന്നില്ല. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അമേരിക്കയുടെ വാക്ക് കേട്ടനുസരിക്കാത്ത ഇപ്പോഴത്തെ സർക്കാരിനെ ഇല്ലാതാക്കി തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാവ സർക്കാരിനെ അവിടെ പ്രതിഷ്ഠിക്കുക എന്നതായിരുന്നു. അതിന് ഇറാൻ്റെ ഉള്ളിലുള്ള ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് സർക്കാരിനെതിരെ തിരിപ്പിക്കാൻ അവർ ശ്രമം നടത്തി. റേസ പഹ്ലാവി എന്ന പേരുള്ള ഒരു കുറുക്കൻ, ഈ നെതന്യാഹു എന്ന് പറയുന്ന കുറുക്കൻ്റെ സുഹൃത്താണ്,
അവൻ വന്നിട്ട് ഒരു ഡയലോഗൊക്കെ അടിച്ചു, ഈ സർക്കാരിനെ പുറത്ത് കളയണം, ഇവിടെ ജനാധിപത്യമില്ല, അതാണ് വാളയ ഉളയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇറാനിയൻ ജനതയെ അവരിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ തിരിക്കുക എന്ന ഒരു തന്ത്രം ഇവർക്കുണ്ടായിരുന്നു. അതാണ് യുദ്ധം തുടങ്ങിയ സമയത്ത് നെതന്യാഹു പറഞ്ഞത്, ഞങ്ങളുടെ യുദ്ധം ഇറാനിലെ ജനങ്ങളോടല്ല, ഞങ്ങളുടെ യുദ്ധം നിങ്ങളുടെ ഗവൺമെൻറ്റിനോടാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാത്ത, നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ മതത്തിൻ്റെ ചങ്ങലയിൽ ബന്ധിച്ചിടുന്ന ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മോചനം തരാൻ വേണ്ടിയാണ് എന്തിന് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നത്. അതിൻ്റെ പിന്നാലെയാണ് പെഹലാവി വന്നിട്ട് ഡയലോഗ് അടിക്കുന്നത്. ആയത്തുള്ള ഖമേനിയെ കൊന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയാണ്. എന്നാൽ നമ്മൾ കണ്ടത് എന്താണ്? ഇറാനിലെ ജനത്തിന് അവിടുത്തെ സർക്കാരിൻ്റെ പ്രവൃത്തിയിൽ അതൃപ്തിയുണ്ട്. അത് ലോകത്ത് ഏത് രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കും അവിടുത്തെ സർക്കാരിൻ്റെ ഭരണത്തിൽ ഒരു കാലത്തും തൃപ്തി ഉണ്ടാകത്തില്ല. നമുക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൽ തൃപ്തിയുണ്ടോ? ഇല്ല. കേന്ദ്രത്തിൻ്റെ ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഏത് സർക്കാർ എപ്പോൾ ഭരിച്ചാലും ശരി അതിൽ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നവരുണ്ട്. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും പല ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. പലപ്പോഴും ജനങ്ങൾക്ക് ചേരാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്, ജനങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതെല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇറാനിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇറാൻ ജനതയുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരെങ്കിലും അമേരിക്കയോ ഇസ്രായേലോ തങ്ങളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊരു ശങ്കയുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെയും അമേരിക്കയും പോലെ ഗീർവാണമടിക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ. അവർ അവരുടെ സൈനിക രഹസ്യങ്ങൾ രഹസ്യമായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത്. തങ്ങളുടെ കരുത്തെന്താണ് എന്നുള്ളത് അവർ വെറുതെ ആരോടും ഗീർവാണമടിച്ച് പറയുകയില്ല. ഞങ്ങൾക്ക് വലിയ മുട്ടൻ അയൺഡോമുണ്ട്, 1000 കിലോമീറ്റർ വെളിയിൽ കൂടെ പോയാലും ശരി ഞങ്ങൾ വെടിവെച്ചിടും, ഇസ്രായേലിലേക്ക് ഈച്ച പോലും കയറില്ല എന്നൊക്കെ പറഞ്ഞിടത്താണ് ഇറാൻ കയറി മേഞ്ഞത്. ശരിക്കും ഇറാൻ മനസാക്ഷിയുള്ള രാജ്യമായതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ഒരു അവസ്ഥയിലെങ്കിലും നിലനിൽക്കുന്നത്. ഇറാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ കാണില്ലായിരുന്നു. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവരുടെ അയൺഡോമും പോയി, അവരുടെ എയർ ഡിഫൻസും പോയി, അവരുടെ പക്കൽ ഇപ്പോൾ ആയുധങ്ങളുമില്ല. കോടിക്കണക്കിന് ഡോളറാണ് ഓരോ ദിവസവും ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാനിലെ ജനങ്ങൾക്ക് തങ്ങളുടെ സർക്കാരിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നേരിടാൻ പറ്റുമോ എന്നൊരു ശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ്റെ തിരിച്ചടി കണ്ട് അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടുപോയി. അവർ വിചാരിച്ചിരുന്നില്ല ഇത്രയ്ക്ക് വലിയ സംവിധാനങ്ങൾ ആ രാജ്യത്തുണ്ട് എന്നുള്ളത്. പെർഫെക്റ്റ് പ്ലാനിങ്ങിലാണ് അവരെല്ലാം നടപ്പിലാക്കിയത്. അവരാദ്യം നിരവധി മിസൈലുകൾ വിട്ട് ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ തകർത്തു. പിന്നീട് പ്രിസിഷൻ മിസൈൽസ്, അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെന്ന് വീഴുന്ന കൃത്യമായിട്ട് പോയി അറ്റാക്ക് ചെയ്യുന്ന മിസൈൽസ്, അതുപോലെ തന്നെ ക്ലസ്റ്റർ ബോംബുകൾ, ഇതൊക്കെ അവർ ചെറിയ തോതിൽ മാത്രമേ പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ കരുത്ത് നേരിട്ട് മനസ്സിലാക്കിയ ഇറാനികൾ, നിങ്ങൾ കണ്ടതാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് പിന്തുണയുമായിട്ട് ടെഹ്റാനിൽ റാലി നടത്തിയത്. അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഏൽപ്പിച്ച തിരിച്ചടി എത്രയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഖമേനിയുടെ വിജയം അവിടുന്ന് ഇല്ലാതാക്കി തങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു പാവയെ കൊണ്ടുവന്ന് അവിടുത്തെ ഭരണമേൽപ്പിക്കാനാണ് ഇസ്രായേലും അമേരിക്കയും ശ്രമിച്ചത്. പക്ഷെ അത് ഇറാൻ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഫ്രസ്ട്രേഷൻ, അതായത് ഇവരുടെ കമാൻഡ് ഇറാൻ അനുസരിച്ചില്ല, അതിന് പുല്ലുവില പോലും കൊടുത്തില്ല. കീഴടങ്ങണം എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ നീ ആരാടാ എന്നാണ് ഖമേനി ചോദിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ യുറാനിയം സമ്പുഷ്ടീകരിക്കാൻ പാടില്ല, ഇന്ന അളവിനപ്പുറത്തേക്ക് പോകരുത്, ഞങ്ങളുടെ എഗ്രിമെന്റ് അംഗീകരിച്ചേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അവർ പറഞ്ഞ് പോയി പണി നോക്കടാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാം, ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചുകൊണ്ടുള്ള എഗ്രിമെന്റ് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, സൈൻ ചെയ്യുകയുള്ളൂ എന്നവർ തീർത്ത് പറഞ്ഞപ്പോൾ, ഒടുവിൽ ഇസ്രായേൽ അടികൊണ്ട് ചുരുണ്ടപ്പോൾ ട്രംപ് എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ട്രംപ് ചെയ്തതുകൊണ്ട് ഇറാൻ ഒരു ചുക്കും ചുണ്ണാമ്പും പറ്റിയിട്ടില്ല, ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി പറ്റാൻ പോവുകയാണ്. ഇനി ആർക്കൊക്കെ എന്തൊക്കെ പറ്റും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റും. കാര്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തന്ത്രം എന്താണെന്നുള്ളത് അവരാരോടും പറഞ്ഞു കൊടുത്തിട്ടില്ല, ആർക്കും ഊഹിച്ച് എടുക്കാനും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. വി വിൽ വെയിറ്റ് ആൻഡ് സീ.